ആഗോള ബോക്സ് ഓഫീസിൽ 300 കോടി ക്ലബിലെത്തി സൂര്യ ചിത്രം കറുപ്പ്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് OTT റൈറ്റ്സുകൾ വിറ്റുപോയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷ കൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. കറുപ്പ് എന്ന സൂര്യ ചിത്രം ഇത് സൂര്യയുടെ മാത്രം വിജയമല്ല. തമിഴ് സിനിമാ ലോകത്തെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷനാണ് സൂര്യ RJ ബാലാജി ചിത്രം സ്വന്തമാക്കിയത്. 300 കോടി രൂപയിലധികം ലോക വ്യാപകമായി കളക്ഷൻ നേടി ഈ ചിത്രം. ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് കറുപ്പ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സൂര്യ ചിത്രത്തിന് ഇത്ര ഗംഭീര കളക്ഷൻ ലഭിക്കുന്നത്. തമിഴ് സിനിമാ ലോകത്തെ ഈ വർഷത്തെ മികവുറ്റ കളക്ഷനും സൂര്യയുടെ കരിയർ ബെസ്റ്റ് ചിത്രവുമായി മാറിയിരിക്കുകയാണ് കറുപ്പ്. കറുപ്പ് സൂര്യയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നു തന്നെയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ 300 കോടിക്ക് മുകളിലാണ് ചിത്രം നേടി കുതിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹത്തിന് പറയാൻ കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ സംഭവിച്ചിട്ടില്ല. വലിയ ബജറ്റിലും ക്യാൻവാസിലുമൊക്കെ സൂര്യയുടെ താരമൂല്യം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഈ സമയത്ത് വന്നെങ്കിലും ഒന്നും തന്നെ തിയേറ്ററുകളിൽ വിജയക്കൊടി പാറിച്ചില്ല. എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആരാധകർക്ക് വലിയ സമ്മാനം തന്നെയാണ് സൂര്യചിത്രം ഒരുക്കിയത്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം. RJ ബാലാജി സംവിധാനം ചെയ്ത ഇത് ഡിവോഷണൽ ഫാന്റസി ആക്ഷൻ ഡ്രാമ ഗണത്തിലാണ് പെടുന്നത്. മെയ് 15-നായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. സൂര്യ ആരാധകർക്ക് പോലും റിലീസിന് മുമ്പ് ഈ സിനിമയിൽ മേൽ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യ ഷോകൾക്കിപ്പുറം പിന്നീട് തലവര മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രമാണ് നിറഞ്ഞു നിന്നത്. അങ്ങനെ ബോക്സ് ഓഫീസിലെ ചിത്രം കുതിച്ചു പാഞ്ഞു. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് OTT റൈറ്റ്സ് വിറ്റുപോയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിനാണ് കറുപ്പിന്റെ OTT റൈറ്റ്സ് ലഭിച്ചിരിക്കുന്നത്. സീ തമിഴാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയതെന്നും പറയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം 500 കോടിയിലേക്കുള്ള കുതിപ്പിലാണെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചിത്രം കളക്ഷൻ തൂത്തുവാരിയത്. എന്നാൽ മറ്റൊരു റെക്കോർഡും കറുപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1 കോടി ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി ഒറ്റ ദിവസം കൊണ്ട് വിറ്റുപോയത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന സൂര്യയുടെ ആദ്യ ചിത്രം കൂടിയാണ് കറുപ്പ്. കോവിഡിന് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന 5ാമത്തെ ചിത്രവും ഇതുതന്നെ. ലിയോ, വിക്രം, അമരൻ, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയവയാണ് ലിസ്റ്റിലെ മറ്റു സിനിമകൾ. 1 കോടി ടിക്കറ്റുകൾക്ക് പുറമെ മറ്റൊരു പ്രത്യേക നേട്ടവും കറുപ്പ് നേടിയിട്ടുണ്ട്. ചെന്നൈ രോഹിണി മൾട്ടിപ്ലക്സിൽ നിന്ന് മാത്രം 1 ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റുപോയത്. എന്തായാലും നിലവിൽ ചിത്രം വലിയൊരു ഹിറ്റിലേക്ക് തന്നെയാണ് കുതിക്കുന്നത്. ഇന്ദ്രൻസ്, നാട്ടി, സ്വാസിക, അനഘ, മായ രവി, ശിവദ, സുപ്രീത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖ താരങ്ങളും സൂര്യയ്ക്കൊപ്പം ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. മികച്ച രീതിയിൽ തന്നെ പ്രദർശനം തുടരുന്ന ചിത്രം 500 കോടിയോളം രൂപ സ്വന്തമാക്കുമെന്നാണ് ആരാധകർ കണക്കുകൂട്ടുന്നത്. ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നത്. സൂര്യയും തൃഷയും അവരുടെ മുൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേക്ക് ഓവറിലാണ് കറുപ്പിൽ കാണാൻ സാധിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.